18ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ, ചലച്ചിത്രരംഗത്തെ പ്രമുഖരായ രൺദീപ് ഹൂഡ, മധുർ ഭണ്ഡാർക്കർ, സൊണാലി കുൽക്കർണി, ദിവ്യ ദത്ത ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വിദ്യാർത്ഥികളുടെ ഹ്രസ്വചിത്രം സൺഫ്ലവേഴ്സ് വെയർ ദ ഫസ്റ്റ് വൺസ് ടു നോ പ്രദർശിപ്പിച്ചു. ഈ വർഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ലാ സെനിഫ് അവാർഡ് ചിത്രത്തിന് ലഭിച്ചിരുന്നു. ഈ വർഷം ആദ്യമായാണ് ഒരു ഡോക്യുമെന്ററി ഫിലിം ബസാർ സംഘടിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി മുരുകൻ പറഞ്ഞു. Mumbai International Film Festival is a very important film festival worldwide. This film festival is every 2 years is happening in Mumbai. So this year our not only Mumbai we are screening, so almost 1,000 screening, 1,000 movies are entry received from the world. Almost 38 countries they are participating. 59 language movies, these short movies, documentary movies and animation movies are registered, and these are also our juries, international juries, national juries. They are also watching and they are also screening. പ്രശസ്ത വന്യജീവി സിനിമാ സംവിധായകൻ സുബ്ബയ്യ നല്ലമുത്തുവിന് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം. വി ശാന്താറാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സമ്മാനിച്ചു. വന്യജീവി ചലച്ചിത്ര ഛായാഗ്രഹണ രംഗത്ത് അസാധാരണമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സുബ്ബയ്യ നല്ലമുത്തു ആഗോള അംഗീകാരം നേടിയിട്ടുള്ള സംവിധായകനാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം ഇന്ത്യയിൽ ദീർഘകാലം സംപ്രേഷണം ചെയ്ത പരിസ്ഥിതി പരമ്പരയായ ലിവിംഗ് ഓൺ ദ എഡ്ജിലെ പ്രവർത്തനത്തിലൂടെ പ്രശസ്തനാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഹൈസ്പീഡ് ക്യാമറാമാൻ എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനാണ്.